അയാൾ അങ്ങനെ നമ്മുടെ ശ്യാമയും അമൃതേടത്തെയും കൂടി ആരും അറിയാതെ ആ രാത്രിയിൽ പുറത്ത് ചാടാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോൾ ഇവരിങ്ങനെ പുറത്ത് നോക്കുന്ന സമയത്ത് സെക്യൂരിറ്റിമാരും എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. അപ്പോൾ ഇവർ പതുങ്ങി പതുങ്ങി ഓരോ സ്റ്റെപ്പും അങ്ങനെ കടന്ന് അവരവസാനം പുറത്തേക്കുള്ള ആ ഒരു ഡോറിനടുത്ത് എത്തുകയാണ്. അപ്പോൾ ഇവർക്ക് ചെറിയൊരു ആശ്വാസം വരികയാണ്. എന്തായാലും ഇത്രയും കടമ്പ കടന്ന് ഇനി മുറ്റത്തേക്കുള്ളൊരു യാത്ര കൂടി മാത്രമേ ഉള്ളൂ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ മെല്ലെ പതുങ്ങി അങ്ങ് നോക്കുന്ന സമയത്ത് പുറത്തൊരു സെക്യൂരിറ്റി കൂടി അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു വടിയും ഉണ്ട്. അപ്പോൾ ഇയാൾ നല്ല ഉറക്കത്തിലാണ്. ഇവർ നല്ല പതുങ്ങി പതുങ്ങി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ആ മുറ്റത്തേക്ക് അങ്ങ് ചവിട്ടുന്ന സമയത്ത് ഈ സെക്യൂരിറ്റിയുടെ അടുത്ത് എത്തുമ്പോൾ അയാളുടെ ഒരു വടി അതിങ്ങനെ അയാൾ അങ്ങ് താഴെ വെച്ചിരിക്കുന്നത് എന്തായാലും ശ്യാമ കാണുന്നില്ല. ശ്യാമ അത് തടഞ്ഞ് അങ്ങ് വീഴാണ്. അപ്പോൾ ആ വീഴുമ്പോൾ ഉള്ള ആ സൗണ്ട് കേട്ടിട്ട് ഈ സെക്യൂരിറ്റി അങ്ങ് ഉണരുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പുറത്ത് കാണുമ്പോൾ അയാളുടെ കയ്യിലുള്ള വിസിലൊക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരെയും പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇയാൾ വിസിലടിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സെക്യൂരിറ്റിമാർ എല്ലാവരും ഉണരാണ്. ആ നഴ്സുമാരും എല്ലാവരും അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉണർന്ന് അങ്ങോട്ടങ്ങ് ഓടി വരുന്നുണ്ട്. ആ സമയത്ത് ആ ഡോക്ടറും എല്ലാവരും അവരെ അങ്ങ് വന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഒരുപാട് വട്ടം ഇങ്ങനെ കൊതറി മാറുന്നൊക്കെ ഉണ്ട്, ഞങ്ങളെ വിടുക എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയം കൊണ്ട് തന്നെ ഒരുപാട് നഴ്സുമാരും സെക്യൂരിറ്റിമാരും എല്ലാവരും അവരെ കടന്ന് പിടിച്ചിട്ടുമുണ്ട്. അവരെ അങ്ങ് പുറത്തേക്ക് പോകാൻ അങ്ങ് സമ്മതിക്കുന്നില്ല. ഇവർ ഭയങ്കരമായിട്ട് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് വിടാൻ ഒരുപാട് അങ്ങ് കെഞ്ചി അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പ്രയോജനമില്ല. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ഡോക്ടർ അങ്ങ് വരികയാണ്. അപ്പോൾ ആ ഡോക്ടർ ആ വാതിലിൻ്റെ അടുത്ത് അങ്ങ് എത്തുന്ന സമയത്ത് ഈ ഡോക്ടറിനെ കാണുമ്പോൾ ഇവരങ്ങ് നന്നായിട്ട് അങ്ങ് പേടിക്കുകയാണ്. അപ്പോൾ അയാൾ അവിടെ തറയിൽ അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ഡോക്ടർ അങ്ങ് പറയുന്നുണ്ട്, നിങ്ങളോടൊന്നും എത്ര പറഞ്ഞാലും പഠിക്കില്ലല്ലേ, നിങ്ങളോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് ഇങ്ങനെ ശ്രമിക്കരുത് എന്ന്. നിങ്ങളൊക്കെ ഇനി കൊല്ലാനോ എനിക്കൊരു നിമിഷം മതി, അതൊക്കെ കാണാം നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് പേടിപ്പിക്കുകയാണ്. ആ സമയം കൊണ്ട് ശ്യാമയും അമൃതയെടുത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു നഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇയാൾ ഒരു സിറിഞ്ച് അങ്ങ് വാങ്ങിയിട്ട് നേരെ ശ്യാമയുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ്. ഒറ്റ കുത്തിന് നിങ്ങളൊക്കെ കൊല്ലാനേ എനിക്ക് കഴിയും, അതൊന്നും എന്നോട് ആരും വന്ന് ചോദിക്കാനോ പറയാനോ ഒന്നും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് ആ ശ്യാമയുടെ അടുത്തേക്ക് സിറിഞ്ച് ആയിട്ട് ഈ ഡോക്ടർ അങ്ങ് വരുന്ന സമയത്ത് ഈ അമൃതയെടുത്ത് ഒരുപാട് കെഞ്ചി അങ്ങ് പറയുന്നുണ്ട് ഡോക്ടറോട്, വേണ്ട അവളൊന്നും ചെയ്യരുത് എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ഈ ശ്യാമനെ അങ്ങ് പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ ആ ഒരു സിറിഞ്ച് എടുത്തിട്ട് അവളുടെ കൈയൊക്കെ ബലമായിട്ട് അങ്ങ് നിർബന്ധിച്ച് അങ്ങ് കുത്തി അങ്ങ് കയറ്റുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവളാണെങ്കിൽ വേദനിച്ച് അങ്ങ് വീണ്ടും അങ്ങ് കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എങ്ങാനും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ നിങ്ങൾ പിന്നെ ജീവിതം ഇവിടെ തന്നെ തീരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് ആ സെക്യൂരിറ്റിമാരോട് എല്ലാവരോടും കൂടി വേഗം റൂമിലേക്ക് തന്നെ തിരിച്ചു വിടാൻ പറയണം. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ബലമായിട്ട് അവർ രണ്ടുപേരെ അങ്ങ് പിടിച്ചിട്ട് വീണ്ടും ആ റൂമിലേക്ക് അങ്ങ് കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. എന്തായാലും ശ്യാമക്ക് രക്ഷപ്പെടാൻ അവിടെ നിന്ന് കഴിയില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചും ചെയ്തു. അങ്ങനെ ശ്യാമ അമൃതയെടുത്തി അവസാനം അവരുടെ റൂമിൽ തന്നെ എത്തിയിരിക്കണം. അപ്പം ബാക്കിയുള്ള സെക്യൂരിറ്റിമാരും എല്ലാവരും കൂടിയിട്ട് അവരെ കൊണ്ടിട്ടിട്ട് അവിടെ ഫ്രണ്ട് ഡോറൊക്കെ നന്നായിട്ട് അങ്ങ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ആ ഡോക്ടർ വന്നിട്ട് ആ ഒരു സെക്യൂരിറ്റിയുടെ മുഖത്ത് നോക്കി ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കണേ. ഇവരെങ്ങാനും ഇവിടുന്ന് എസ്കേപ്പായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഇന്നത്തോടു കൂടി തീരുമായിരുന്നു, നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അശ്രദ്ധക്ക് നന്നായിട്ട് അങ്ങ് ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒരു അറ്റ അടി വെച്ച് അങ്ങ് കൊടുക്കുന്നുണ്ട്. അവൻ അങ്ങനെ കയ്യും പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു റിയാക്ഷനും ഇല്ല. എന്നിട്ട് ഇവരോട് എല്ലാവരോടും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ആ ഡോക്ടർ അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ കണിമംഗലത്ത് നമ്മുടെ പത്മിനി ആ ഒരു അവരുടെ പൂജാമുറിയിൽ ഇരുന്ന് ഇങ്ങനെ വിളക്കൊക്കെ തെളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൂടെ തന്നെ കൽപ്പനയുണ്ട്, ഉർവശിയുണ്ട്. അപ്പോൾ ഇവരോട് രണ്ടുപേരോടും ഒക്കെ കൈകൂപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഈ പത്മിനി നേരെ ഈ ഉർവശിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. ഉർവശിനോട് പറയുന്നുണ്ട്, നിൻ്റെ അസുഖം എന്തായാലും ഭേദമായി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ പോയി നീ പ്രാർത്ഥിക്കണം, നാളെ മറ്റന്നാളൊക്കെ ആയാലും മതി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഉർവശി ശരി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ചെറിയമ്മയുടെ അസുഖം മാറിയല്ലോ, അപ്പോൾ ഇനി ചെറിയമ്മക്ക് ഇനി കണിമംഗലത്ത് നിൽക്കാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ചന്ദ്രേട്ടൻ എന്താ പറയുന്നതെന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. ആ സമയത്ത് പത്മിനി പറയുന്നുണ്ട്, ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ലല്ലോ കണിമംഗലം ഭരിക്കുന്നത്, ഇപ്പോൾ വേറെ ആളുകളൊക്കെ അല്ലേ എന്നൊക്കെ ഒരു അർത്ഥം വെച്ചിട്ട് എന്തായാലും ഉർവശിക്ക് കിട്ടുമെന്ന് താങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉർവശിക്ക് എന്തായാലും അവളുടെ തെറ്റുകളൊക്കെ ഇങ്ങനെ മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഈ
മുഖത്തൊരു നിരാശയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൽപ്പന അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ചെറിയമ്മേ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ തെറ്റുകളൊക്കെ എന്തായാലും ഇനി നമുക്ക് തിരുത്താനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഒരു തെറ്റുകളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ള കാര്യമൊക്കെ എന്തായാലും ഈ കൽപ്പന ഉർവശിക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ചെറിയച്ഛൻ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ചെറിയച്ഛന് മേലെ റൂമിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന പറയുന്നുണ്ട്. മാത്രമല്ല ഒറ്റക്കല്ല എന്നുള്ളൊരർത്ഥത്തിലും കൂടി അങ്ങ് പറയുകയാണ്. അപ്പോൾ അവരുടെ മുഖത്ത് വീണ്ടും അങ്ങ് നിരാശ വരികയാണ്. ഒറ്റക്കല്ല എന്ന് പറഞ്ഞ സേറ കൂടെ ഉണ്ട് എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പോൾ ഇവളിങ്ങനെ നിരാശയിൽ നിൽക്കുന്ന സമയത്ത് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മുടെ ചന്ദ്രശേഖരനും തൊട്ട് പിറകെ തന്നെ ഈ സേറയും കൂടിയിട്ട് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ താഴെ വരുന്ന സമയത്ത് ഇവർ നേരെ ഈ ഉർവശിനെയാണ് കാണുന്നത്. അപ്പോൾ ഉർവശി തെറ്റെന്ന് തന്നെ ഈ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, ഞാൻ അസുഖമൊക്കെ മാറി കുളിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരന് ഒരു മൂളൽ ഇങ്ങനെ മൂളാണ്, എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നാളെ എന്തായാലും ഇവിടെ ഐശ്വര്യപൂജ നടക്കാൻ പോവാണ്. ഒരു ജ്യോത്സ്യം പറഞ്ഞ അതുപോലെ തന്നെ ഇവിടെ ഐശ്വര്യപൂജ നടക്കുകയാണ്. അപ്പോൾ അതിന് ഈ രാധികയുടെ ഒരു പ്രസൻസ് ഇവിടെ വേണം. അപ്പോൾ രാധികനെ ഇവിടുന്ന് കണിമംഗലത്തേക്ക് അവളെ ഇവിടെ എത്തിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ഈ പൂജ നടക്കുന്നത് തന്നെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ സേറക്കും വേണ്ടിയിട്ടാണ്, അവൾക്കും ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അവളാണ് നമ്മൾ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്ന നമ്മുടെ രക്ഷകയാണ് അവൾ. അപ്പോൾ അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പൂജയും നടക്കുന്നത്. അതുകൊണ്ട് രാധികനെ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഈ പൂജയ്ക്ക് ഇവിടെ എത്തിച്ചിരിക്കണം. ആ ജോലി ചെയ്യേണ്ടത് എന്തായാലും ഉർവശിയാണ് എന്നുള്ള കാര്യം അങ്ങ് പറയണം. അപ്പോൾ ഉർവശി അങ്ങ് ഞെട്ടുകയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അത് ചെയ്യില്ല എന്നങ്ങ് തുറന്നടിച്ച് അങ്ങ് പറയാണ്. അപ്പോൾ സാറ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്യില്ല എന്നങ്ങ് അവളോട് അങ്ങ് കാരത്തങ്ങ് സംസാരിക്കുകയാണ്. ആ ഉർവശി പറയുന്നുണ്ട്, ഞാനിപ്പോൾ രാധികനെ വിളിക്കാൻ പോയി എന്ന് വിചാരിച്ച് അവൾ എൻ്റെ കൂടെ പോരുമെന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അവൾ എൻ്റെ കൂടെ വരില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ വരില്ല എന്നുള്ള കാര്യം തന്നെ പറയുന്നത്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, വരില്ലെങ്കിൽ വരുത്തണം. ഇനി അഥവാ വന്നിട്ടില്ലെങ്കിൽ വേറെ വഴികൾ നോക്കണം, അല്ലാതെ പോകില്ല എന്ന് പറയലല്ല. അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ പിന്നെ കണിമംഗലത്തിൽ നിന്ന് നിന്നോട് അങ്ങ് പുറത്ത് പോകാൻ ഞാൻ പറയേണ്ടി വരും എന്നുള്ള കാര്യം അങ്ങ് സേറ പറയാണ്. മാത്രമല്ല നീ പോകുന്ന സമയത്ത് രാധികയുടെ കൂടെ ഈ ചന്ദ്രുവിൻ്റെ അമ്മനെയും കൂടി വിളിച്ചോളൂ. ഇനി ആ ഒരു ശാപം കൂടി ഇവിടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ അങ്ങനെ ഒരു ശാപം കൂടി ഒഴിവാക്കുക. അതുകൊണ്ട് രണ്ടുപേരെയും നാളെ പൂജ നടക്കുന്ന സമയത്ത് അമ്മനെയും അതുപോലെ രാധികനെയും ഇവിടെ എത്തിച്ചിരിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് സേറ അങ്ങ് പോകുകയാണ്. ഭീഷണിയുണ്ട്, കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ളൊരു ഭീഷണി. അതുകൊണ്ട് ശ്രീ ചന്ദ്രശേഖരനെ സേറയുടെ പിന്നാലെ തന്നെ അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ഉർവശി ഭയങ്കര നിരാശയിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ പത്മിനിയുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്. കാരണം ഇവൾക്ക് കിട്ടേണ്ട ഒരു ശിക്ഷയൊക്കെ തന്നെ ആയിരുന്നു ഇത്. ഇവളുടെ ചെയ്തികൾക്ക് പകരം ഇതൊക്കെ തന്നെ അവൾക്ക് കിട്ടേണ്ടിയിരുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് എന്തായാലും പത്മിനി നിൽക്കുന്നത്. ആ പത്മിനി നേരെ ഇവളോട് വന്ന് പറയുന്നുണ്ട്, എന്താ ഉർവശി നിനക്ക് എന്തെങ്കിലും സങ്കടം തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ തലയാട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉർവശിനോട് പത്മിനി പറയുന്നുണ്ട്, എനിക്കറിയാം നീ ഇതുവരെ ജീവിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടായിരുന്നു. നിൻ്റെ ഈ ചിന്ത എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കണം, ഇവിടെയുള്ള ആളുകളൊക്കെ നീക്ക് ബുദ്ധിമുട്ടിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അഹങ്കാരത്തിൻ്റെ ഒരു മുകളിലായിരുന്നു നീ ഇവിടെ കൂട് വെച്ച് താമസിക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരങ്ങനെ ഉപദ്രവിച്ച് അവരുടെ ഇങ്ങനെ ഓരോ കഷ്ടപ്പാടൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു നീ എന്നൊക്കെ ഇങ്ങനെ അവളെ അങ്ങ് കുറ്റപ്പെടുത്താണ്. അപ്പോൾ ഈ കൽപ്പനയും പറയുന്നുണ്ട്, ചെറിയമ്മേ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരെയും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ ഒരു പ്രശ്നം വന്ന സമയത്ത് എനിക്കൊരു മനസ്സിന് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ രാധികയുടെ അടുത്ത് പോയി അവളോട് മാപ്പ് ചോദിച്ചപ്പോൾ അവൾ എന്നെ അംഗീകരിച്ച്, മാത്രമല്ല എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവൾ പറഞ്ഞു തന്നും ചെയ്തു. അങ്ങനെ അവൾ എൻ്റെ കൂടെ നിർത്തിയിരിക്കുകയാണ്. അവൾ എന്നെ കൈ ഒഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും ചെറിയമ്മേനെ, അവൾ കൈ ഒഴിയില്ല, അവൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട എന്നുള്ള കാര്യം അങ്ങനെ പറയാണ്. അവൾ എന്തായാലും നിങ്ങളുടെ കൂടെ വരും, ചെറിയമ്മ പോയി നോക്ക് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല, ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും ഒരു പിഴവോ ഒന്നും വരില്ല എന്നുള്ള കാര്യം എന്തായാലും ഈ ഉർവശി അങ്ങ് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ എന്തായാലും രാധിക നമ്മുടെ മുത്തശ്ശിനോടും അതുപോലെ തന്നെ ഈ യശോദാമ്മനോടൊക്കെ കാര്യങ്ങളൊക്കെ പറയാണ്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അതിപ്പോൾ നീ ആരെ വിളി കേട്ടത്, നീ ആ വിളിക്ക് മറുപടി പറഞ്ഞതും അമ്മ എന്നുള്ളൊരു വിളിക്ക് മറുപടി പറഞ്ഞതും പിന്നെ ലച്ചുവിൻ്റെ ആ ഒരു സംസാരം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിൻ്റെ അമ്മ അവിടെ തന്നെ ഉണ്ടാവാനാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ അവിടെ തന്നെ ഉണ്ട് എന്ന്. അതെനിക്കൊരു ഭ്രാന്താശുപത്രി ആയിട്ട് തോന്നുന്നില്ല, എനിക്കൊരു ഗുണ്ടാ താവളമായിട്ടാണ് തോന്നുന്നത്. ഒരു പ്രത്യേക
പ്രത്യേക ബിഹേവിയറാണ് അവിടെയുള്ള ആളുകൾക്കൊക്കെ. എന്തൊക്കെയോ ഒരു മോശം ബിഹേവിയർ, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നൊന്നും അറിയാതെ ഒരു ഗുണ്ടകളെ പോലെയാണ് അവിടെ പെരുമാറുന്നത്. എനിക്ക് നല്ല സംശയമുണ്ട് ആ ഒരു സ്ഥാപനത്തിനെ പറ്റി. എൻ്റെ അമ്മ എന്തായാലും അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ യശോദാമ്മയും പറയുന്നുണ്ട്, അത് ശരിയാണ്, അമ്മ അവിടെ തന്നെ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾക്ക് അവിടെ തന്നെ ഒരു എത്തിപ്പെടേണ്ട ഒരു ഇത് വന്നത്. അതുകൊണ്ട് ഇനി ഒന്നും ടെൻഷൻ ആവണ്ട, നിങ്ങൾ പിന്നെ ACPനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് ശരിയാ, ACPക്ക് എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന വലിയ ജീവനാണ്, അമ്മേനെ എന്ത് സ്നേഹമാണെന്ന് ACPക്ക്. അപ്പോൾ ACP എന്തായാലും അമ്മനെ കണ്ടെത്തും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, ഇനി അവർ നോക്കിക്കോളും എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ യശോദ പറയുന്നുണ്ട്, അതെ, എനിക്ക് ആ ഓമനയുടെ അടുത്തേക്കൊന്ന് പോകണം, കാരണം വൈകുന്നേരം എനിക്ക് കുറച്ച് കുറിപ്പൈസ കൊണ്ടുതരാൻ വേണ്ടി പറയാനാണ് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ആയിക്കോട്ടെ അമ്മ പോയിക്കോളൂ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഈ യശോദ പുറത്തേക്ക് അങ്ങ് പോകുന്ന സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ട്, എടി ഒരു കാര്യം ആലോചിച്ചാൽ നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നമ്മൾ എത്തിപ്പെടാൻ കഴിയാത്ത എത്രയോ സ്ഥലങ്ങൾ, നമ്മൾ ഒരിക്കലും കാണാത്ത, നമ്മൾ എത്തിപ്പെടില്ല എന്ന് ഉറപ്പുള്ള എത്ര സ്ഥലങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. പക്ഷേ നിൻ്റെ അമ്മ എത്തിപ്പെട്ടത് നിൻ്റെ കൺമുന്നിൽ തന്നെ അല്ലേ, എവിടെയാണെന്ന് നിനക്ക് ദൈവം കാണിച്ചും തന്നില്ലേ. അപ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തവർ തന്നെ അല്ലേ. അതിനർത്ഥം എന്താ, നിൻ്റെ അമ്മ നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു സൂചന തന്നെ അല്ല അത് എന്നൊക്കെ ഇങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും യശോദ പുറത്തിറങ്ങി ഇങ്ങനെ പുറത്ത് മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുന്ന സമയത്തുണ്ടാവും മുറ്റത്ത് ഉർവശി അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഉർവശിനെ കണ്ടിട്ട് ആദ്യം യശോദ ഒന്ന് ഞെട്ടുകയാണ്, എന്താണിപ്പോൾ ഇവരിവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് യശോദ നേരെ വന്നിട്ട് ഈ ഉർവശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉർവശി, എന്താ ഇവിടെ നിൽക്കുന്നത്, അകത്തേക്ക് കയറുന്നില്ല, എന്താ ഞങ്ങൾ ആരെയും വിളിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഉർവശിക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് അങ്ങോട്ട് കയറി വന്നേന്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ നിന്നതാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഈ യശോദ പറയുന്നുണ്ട്, വാ അകത്തേക്ക് കയറി വാ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരെയും കൊണ്ട് അകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഇതാര വന്നിരിക്കുന്നത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഈ യശോദ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശിയും രാധയും കൂടിയിട്ട് അങ്ങ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഉർവശിനെ അങ്ങ് കാണാണ്. അപ്പോൾ ഉർവശിനെ കാണുന്ന സമയത്ത് എന്തായാലും ചെറിയൊരു ഷോക്ക് ഇവർക്കുണ്ട്. അപ്പോൾ ഇവർ നേരെ ഇവരുടെ അടുത്തേക്ക് അങ്ങ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ചെറിയമ്മ ഇങ്ങോട്ട് വന്നത് എന്നെന്തായാലും രാധിക ചോദിക്കാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കാണണമെന്ന് തോന്നി, അപ്പോൾ വന്നതാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ യശോദയും പറയുന്നുണ്ട്, ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമായിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എരി യശോദേ, അവൾ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അവൾ അവിടെ പതുങ്ങി നിൽക്കുമായിരുന്നു എന്നാണ് അർത്ഥം. അവൾ ഇവിടെ പതുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളിവിടെ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന്. അത് കേട്ടപ്പോൾ പിന്നെ കണിമംഗലത്ത് നിലപ്പുറക്കുന്നുണ്ടാവില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നതായിരിക്കും നമ്മുടെ സമാധാനം കെടുത്താൻ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉർവശിനെ അങ്ങ് കുറ്റപ്പെടുത്താണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എല്ലാം കേൾക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. കാരണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട്, അമ്മനോടും ചെയ്തിട്ടുണ്ട്. അമ്മ അസുഖമായി കിടന്ന സമയത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയതൊക്കെ ഞാൻ തന്നെയാണ്. അങ്ങനെയൊക്കെ ക്രൂരതകൾ ഞാൻ അമ്മനോട് ചെയ്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷയൊക്കെ എനിക്ക് കിട്ടി. എനിക്കും അതുപോലെ തന്നെ മാറാ രോഗം അസുഖം വന്ന് എനിക്കും പകർച്ചവ്യാധി വന്ന് ഞാനും അവിടെ ആ ഗസ്റ്റ് ഹൗസിലേക്ക് എന്നെ ചന്ദ്രശേഖരനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ആ സേറ എന്നോട് വീട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ഗസ്റ്റ് ഹൗസിലായിരുന്നു. അവിടുന്ന് എനിക്ക് ഭയങ്കര അസുഖവും ക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു, ഞാൻ അവിടെ ഒറ്റക്കായിരുന്നു. ഞാൻ മരിച്ചു പോകും, ഞാൻ ചത്തുപോകും എന്ന് വരെ ഞാൻ അവിടെ കിടന്ന് ചിന്തിച്ചതാണ്. ആ സമയത്ത് അവർ ആർക്കും എന്നെ വേണ്ട എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ചന്ദ്രശേഖരന് പോലും ചത്തില്ല അല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചത് ഞാൻ കേട്ടതാണ്. അങ്ങനെ വരെ ഞാൻ കേട്ട് അവിടെ നിന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഉർവശി അവിടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഈ സേറയാണ് നോക്കുന്നതെന്നും ചന്ദ്രശേഖരന് എന്നെ വേണ്ട എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശിനോട് അങ്ങ് പറയാണ്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്കുള്ള ശിക്ഷ തന്നെയാണ്, നീ അനുഭവിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് എന്തായാലും മുത്തശ്ശി പറയുന്നത്. ഇവളെ അപ്പോഴും വിശ്വസിച്ചിട്ടില്ല. അല്ല നീ എന്തായാലും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം അവസാനം അങ്ങ് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അതെ, നാളെ കണിമംഗലത്തെ ഒരു ഐശ്വര്യ പൂജ നടക്കുകയാണ്. ഒരു പൂജാരി വന്നിരുന്നു അങ്ങോട്ട്. അപ്പോൾ ആ പൂജാരി വന്ന് ആ ഒരു ജ്യോത്സ്യന് പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് തുളസിത്തറ കാണുകയാണ്. അപ്പോൾ അവിടെ ആ തുളസി ഉണങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അത് ആരാ നനച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധികയാണെന്നൊക്കെ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ രാധികേനെ കൂടിയിട്ട് ആ ഒരു ഐശ്വര്യ പൂജയിലേക്ക് കൊണ്ടുവരണം, അവിടെ പ്രസൻസ് അവിടെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളെയും കൂട്ടി വരാനാണ് ഞാൻ വന്നത്. മാത്രമല്ല മുത്തശ്ശിയും കൂടി വരണം
പറയണം എന്നൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യം പറയണത്. അപ്പോൾ മുത്തശ്ശി അറിയുന്നുണ്ട്, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവിടെ ഐശ്വര്യപൂജ നടക്കണം, അവിടെ എല്ലാവർക്കും ഐശ്വര്യം വരണമെങ്കിൽ രാധിക മോൾ അങ്ങോട്ട് വരണം. അതിനാണ് ഇതുവരെ നീ നുണക്കെ പറഞ്ഞത്, ഇത്രയും പറഞ്ഞൊക്കെ നീ കള്ളം പറഞ്ഞതാണ് ഈ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ഉർവശിനി അങ്ങ് പറയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, അമ്മ എന്ത് വേണമെങ്കിലും തെറ്റിദ്ധരിച്ചോ, പക്ഷേ ഇതാണ് സത്യം എന്നുള്ള കാര്യം ഇങ്ങനെ പറയണം. മാത്രമല്ല അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൽപ്പനയ്ക്ക് വിളിച്ച് ചോദിച്ചു നോക്കൂ, അവൾ പറഞ്ഞു തരും എന്നുള്ള കാര്യമൊക്കെ ഉർവശി പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ എന്തായാലും രാധിക മോളെ ആ കണിമംഗലത്തേക്ക് തിരിച്ചയക്കാൻ പോകുന്ന ഒരു ഉദ്ദേശമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ യശോദയും കൂടി പറയുന്നുണ്ട്, അതേ ഉർവശി, ഞങ്ങൾ ഇനി അവളെ ആ വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞയക്കില്ല. കാരണം അവളെ നിങ്ങൾ ആ കണിമംഗലത്തിൻ്റെ ഐശ്വര്യക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിച്ചതല്ലേ, ഇനി അവളെ ആ വീട്ടിലേക്ക് ഞങ്ങൾ എന്തായാലും പറഞ്ഞ് അയക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കാലിലേക്ക് അങ്ങ് വീഴാണ്. പക്ഷേ മുത്തശ്ശിയുടെ കാലിലേക്ക് വീഴുന്ന സമയത്ത് മുത്തശ്ശി കൊട്ടു പിറകിലേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ്. ആ ഒരു ക്ഷമാപണം മുത്തശ്ശി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരർത്ഥത്തിൽ. അപ്പം ഈ മുത്തശ്ശി അങ്ങനെ ചെയ്തതിന് ഉർവശിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരികയാണ്. ആ ഉർവശി പെട്ടെന്ന് തന്നെ എണീറ്റിട്ട്, മുത്തശ്ശി ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഞാൻ കാരണം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും മുത്തശ്ശി ഒന്നും എന്നെ വിശ്വസിക്കാത്തത്, എന്തായാലും ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉർവശി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉർവശി പോയി കഴിഞ്ഞതിന് ശേഷം ഈ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി ഈ പറഞ്ഞത് കള്ളാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അത് സത്യമായിരിക്കും എന്നിങ്ങനെ ഈ രാധിക മുത്തശ്ശിനോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി ഇങ്ങനെ ഒരു ചെറിയ സംശയത്തിലൊക്കെ നിൽക്കുകയാണ്. എന്തായാലും കണിമംഗലത്തേക്ക് അങ്ങനെ ഉർവശി അങ്ങ് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരനും ഈ സേറയും കൂടിയിട്ട് ഇങ്ങനെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഉർവശി അങ്ങ് കയറി വരുന്നത്. അപ്പോൾ ഉർവശി വരുന്നത് കണ്ടിട്ട് ബാക്കി രണ്ടുപേരെയും കൊണ്ടുവരാതെ ഉർവശി മാത്രം കയറി വരുന്നൊരു കാഴ്ച എന്തായാലും ഈ ചന്ദ്രശേഖരൻ അങ്ങ് കാണുകയാണ്. അപ്പോൾ എന്താ അവർ രണ്ടുപേരും കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിച്ചിട്ട് ഈ ഉർവശിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ഉർവശിനോട് ചോദിക്കുന്നുണ്ട്, അല്ല അവർ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ഇല്ല അവർ രണ്ടുപേരും വന്നില്ല, ഞാൻ ഒരുപാട് വിളിച്ചതാണ്, അവർ വരില്ല എന്നാണ് പറഞ്ഞത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ സേറ പറയുന്നുണ്ട്, നിർബന്ധിച്ച് കൊണ്ടുവരണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ആജ്ഞാപിക്കുന്നവർ തന്നെ അങ്ങ് വിളിച്ച് കൊണ്ടുപോവാ എന്നുള്ള കാര്യം അങ്ങ് പറയാണ്. അപ്പോൾ പിന്നെ സേറ ഈ ഉർവശിയുടെ മുഖത്ത് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ അടി കിട്ടുമ്പോൾ ഈ ചന്ദ്രശേഖരനെ ഒന്ന് ഞെട്ടുന്നുണ്ട്, ഇവളെങ്ങനെ അടിക്കുമെന്നൊന്നും എന്തായാലും ചന്ദ്രശേഖരൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള മട്ടിലാണെങ്കിലും ചന്ദ്രശേഖരനെ അടിച്ചു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ മുഖത്തേക്കാണ് എന്തായാലും ഈ ഉർവശി പെട്ടെന്ന് തന്നെ നോക്കുന്നത്. പക്ഷേ അവർക്ക് യാതൊരു റിയാക്ഷനൊന്നുമില്ല. ആ ഒരു റിയാക്ഷൻ ഇല്ലാത്ത ഒരു കാര്യം കാണുമ്പോൾ തന്നെ ഉർവശിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കണിമംഗലത്ത് നീ കാണില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. എന്നാലും എപ്പിസോഡ് അവർ അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ACPയും സംഘവും കൂടിയിട്ട് നേരെ ആ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ആ ഒരു ഡോക്ടറെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ശ്യാമയും അവരുടെ കൂടെയുള്ള അമൃത എന്ന് പറയുന്ന സ്ത്രീയും കാണാനില്ല, അവരിവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മൊത്തത്തിൽ അങ്ങ് ചെക്ക് ചെയ്യണം. പക്ഷേ ഈ രണ്ടുപേർ അവരുടെ വായിൽ ടേപ്പൊക്കെ ഒട്ടിച്ച് അവിടെ ഒരു ചെറിയൊരു ടെൻറ്റ്, ഒരു റൂമിനകത്ത് ഒരു ചെറിയൊരു ടെൻറ്റ് കെട്ടിയിട്ട് അതിനകത്ത് അങ്ങ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരൊക്കെ ആ റൂമൊക്കെ മൊത്തം ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും പിന്നെ ഈ ACP വരുണിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടെ മൊത്തത്തിൽ അരിച്ചു പൊറുക്കി, പക്ഷേ ശ്യാമനെയും രാധികനെയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, മിക്കവാറും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയായിരിക്കും അത്. എന്തായാലും ശ്യാമക്ക് തീരെ ഒരു ഭാഗ്യമില്ല എന്ന് തോന്നുന്നത്. ഇത്രയും സംഭവിച്ചിട്ട് വീണ്ടും അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുകളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ ACPക്ക് ഈ ശ്യാമനെ കിട്ടാതെ നിരാശരായി പോന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഓൾ.